ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ വീഡിയോ വെസറെക്സ് അപ്ഡേറ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം അതല്ലാണ്ട് ഒരുപാട് മാർക്കറ്റിൽ നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ വെസറെക്സിനെ കുറിച്ച് വീണ്ടും ചെയ്യാനുള്ള കാരണം നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും ഓരോ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് അപ്ഡേറ്റ് നമ്മൾ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾക്ക് കിട്ടുന്ന അപ്ഡേറ്റ് എല്ലാം ലൈക്ക് റീസെന്റ് ആയിട്ട് അപ്ഡേറ്റ് എന്താണോ അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് വലിയ അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അപ്ഡേറ്റ് ഇല്ല എന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ, ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു വെസറെക്സ് അപ്ഡേറ്റിന്റെ എസ് ഓർ നോ ഗെയിം എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ് പ്രപ്പോസ് ചെയ്തേക്കണേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള പ്രപ്പോസൽ കണ്ടിട്ടില്ല എന്ന് തീർച്ചയായിട്ടും ഒന്ന് കാണുക. അപ്പം അതിനകത്ത് നിങ്ങൾ എസ് ആണ് സൈൻ ചെയ്യുക, മീൻസ് എസ് ആണ് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 85% ഓഫ് ഫണ്ട്സ് 10 ദിവസത്തിനുള്ളിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നീളും എന്നാണ് അവർ പറഞ്ഞിട്ടത്. അത് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി ചെന്ന് കാണാം. ഇപ്പം ഇതിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് വന്നിട്ടുണ്ട്. പ്ലസ് വേറൊരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ FIU രജിസ്ട്രേഷൻ, നമുക്കറിയാം FIU രജിസ്റ്റർഡ് അല്ലാത്ത എക്സ്ചേഞ്ചസ് എല്ലാം ഇന്ത്യയിൽ ബാൻ ആവുകയാണെന്ന് അറിയാം. സോ FIU പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ആണ്. ഇതുപോലത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെല്ലാം എൻക്വയറിയും എല്ലാം അന്വേഷണമൊക്കെ നടത്തുന്നതാണ്. അപ്പം നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ ഇപ്പം വെസറെക്സിൽ ഒരുപാട് പേര് ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇത് ഒരു സുഖമില്ലാതെ പോകുന്നത് കൊണ്ടായിട്ടാണോ എന്നറിയില്ല, ഒരുപാട് കംപ്ലയിൻസ് വന്നിട്ടാണോ എന്നും അറിയില്ല. FIUന്റെ അടുത്ത് ഇതിനകത്ത് ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്ന് അന്വേഷിക്കാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഈവൻ സിംഗപ്പൂരിനകത്ത് പോയി കേസ് ഫയൽ ചെയ്യുകയാണെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്നും ഒരു പുഷ് വരുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. സോ നമുക്ക് നോക്കാം എത്രത്തോളം നടക്കുമെന്നുള്ളത്. അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വോട്ടിങ്ങിനെ കുറിച്ച് എന്താണ് വോട്ടിങ്ങിൽ പറയുന്നത്, എസ് നോ എന്തിനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പം വേറെ ഒന്ന് വന്ന് 2 ദിവസം മുൻപ് വന്നിട്ടുള്ള ട്വീറ്റ് ആണ്. അവർ റിക്കവറി ടോക്കൺസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടോക്കൺസ് നമ്മുടെ പേജിനകത്ത് കാണാം. അപ്പോൾ നിങ്ങൾ വെസറെക്സിന്റെ ഇപ്പം എൻ്റെ ഇതാണ് കാണിക്കുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ട് വെസറെക്സിന് ഞാൻ അധികം ഫണ്ട് ഇട്ടിട്ടില്ല എന്നുള്ളത്. നിങ്ങളുടെ ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ റീബാലൻസിങ് കംപ്ലീറ്റഡ് എന്ന് കാണാം. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണേ. റീബാലൻസിങ് കംപ്ലീറ്റഡ് ആകുമ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം കാണാം. കാരണം 18 ജൂലൈ ഹാക്ക് നടന്ന ദിവസം എൻ്റെ വാല്യൂ $7 ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആകെ ഇതിനകത്ത്. അതിനുശേഷം റീബാലൻസിങ് ചെയ്തിട്ട് 85% എൻ്റെ അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്. അതായത് ആഫ്റ്റർ ദി റീബാലൻസിങ് ഈ $7 നിന്നും എനിക്ക് $6.507335 അതാണ് 85% അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയും ബാലൻസ് ആണ് എനിക്ക് ഇവർ പ്രപ്പോസ് അവർ പറഞ്ഞ കാര്യം. വോട്ടിങ്ങിൽ എസ് ആണ് കൂടുതൽ പേര് സമ്മതിച്ചെന്നുണ്ടെങ്കിൽ തരാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് ഈ $7 ആണ് എന്ന് വിചാരിക്കുക. ലൈക്ക് മേ ബി ഇതിന്റെ പോർട്ട്ഫോളിയോ വാല്യൂ ഇൻക്രീസ് ആയിട്ടുണ്ടാവാം. അത് നമുക്കൊരു ക്യാച്ച് ആണ്. കാരണം 18th എനിക്കിതാണ്, മേ ബി ഞാൻ ഏതിൽ XRP-നകത്താണ് ഇത് ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ $7 XRP എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ന് $70 അല്ലെങ്കിൽ കൂടുതൽ ഡോളർ ആയി കാണും. സോ ഈ ഒരു സംഭവം അതിന്റെ 75% എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ എത്രയാണോ അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 7.6ന്റെ 55% 6.5 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് ഇന്നത്തെ വാല്യൂ അനുസരിച്ച് 4 ആണ്. അതായത് റീബാലൻസിങ് നടന്നത് ഈ ദിവസമാണ്. റീബാലൻസിങ് നടന്ന സമയത്ത് ഇതാണ് വാല്യൂ, പക്ഷെ അതിന്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പം എനിക്ക് കിട്ടാൻ പോകുന്നുണ്ടാവുക ഈ ഒരു ഇതിനകത്തുള്ള ടോക്കൺ ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ബാലൻസ് എനിക്ക് കിട്ടാനുള്ളത് ഇവിടെ റിക്കവറി ടോക്കൺ അലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിരിക്കും. 14.003 ആണ് റിക്കവറി ടോക്കൺ എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മുടെ കയ്യിൽ കാണും. ഇത് എപ്പോഴാണ് നമുക്ക് തരാന്നുള്ളത് ഇവർ ബൈബാക്ക് ചെയ്യും. എങ്ങനെയാണ് ബൈബാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ ഓപ്ഷനകത്ത് എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് പ്രവർത്തിക്കും. എക്സ്ചേഞ്ച് പ്രവർത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫീസ്, അതുപോലെ തന്നെ ഈ ഹാക്ക് ചെയ്ത ഫണ്ട് റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടൊക്കെ ഇവർ ഉപയോഗിച്ച് മേ ബി മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒക്കെ ബൈബാക്ക് ചെയ്യും. ഓരോ ആൾക്കാരിൽ നിന്ന് ഇത്ര ടോക്കൺ ഇവർ തിരിച്ചെടുത്ത് നമുക്ക് അതിന് പുറത്തായിട്ടുള്ള പേയ്മെന്റ് തരും. അപ്പം ഈ ടോക്കൺ നമ്മുടെ ഉള്ളിടത്തോളം കാലം, മീൻസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ടോക്കൺ. നമ്മളൊരു കൗണ്ടറിൽ ഇപ്പോൾ ലുലുലൊക്കെ പോകുമ്പോൾ ഒരു കൗണ്ടർ കൊടുത്ത സാധനം നമ്മളകത്തേക്ക് കിടക്കുമ്പോൾ ഒരു സാധനം കൊടുത്തിട്ട് നമ്മൾ ടോക്കൺ കയ്യിൽ വാങ്ങില്ലേ, തിരിച്ചു വരുമ്പോൾ ടോക്കൺ കൊടുത്താൽ നമുക്ക് നമ്മുടെ സാധനം കിട്ടും. അതുപോലെ തന്നെ ഇത് അവർ നമ്മുടെ വാല്യൂവിന് അനുസരിച്ചിട്ടുള്ള റിക്കവറി ടോക്കൺ ആണ് കാണിക്കുന്നത്. സോ ഇവർക്ക് മറ്റുള്ള ഡെക്സ് പ്രവർത്തിച്ചിട്ടും അതുപോലെ ഹാക്ക് ചെയ്ത ഫണ്ട് തിരിച്ചെടുത്തിട്ടൊക്കെ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് ഫണ്ട് ഉപയോഗിച്ച് കുറച്ചല്ല അതിലത്തെ ഫണ്ടെല്ലാം ഉപയോഗിച്ച് നമ്മളിൽ നിന്ന് ഈ റിക്കവറി ടോക്കൺ ബൈബാക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. മേ ബി $1 $2 എത്രയാണ് അത് നമുക്ക് റിക്കവറി ടോക്കൺ ബൈബാക്ക് ചെയ്തിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരും. ഇപ്പം $10 ആണ് തന്നതെന്നുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $10 ആണ് അവർ നമുക്ക് തരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റിക്കവറി ടോക്കൺ $10 ആണെന്ന് വിചാരിക്കുക. അപ്പം അവർ $10 വാല്യൂ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കിയിട്ട് ഇത് 14 എന്നുള്ളത് 13 ആക്കുമായിരിക്കും. അങ്ങനെ ആയിരിക്കാം ചെയ്യാൻ പോകുന്നുണ്ടാവും. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് അപ്ഡേറ്റ് വന്നേക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ള ഓരോ ആൾക്കാർക്ക് കൂടെ കാണിച്ചിട്ട് 18th ഇതാണ് മൊത്തത്തിലുള്ളത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞേക്കണം. സോ സത്യം പറഞ്ഞാൽ ഈ റിക്കവറി ടോക്കൺ നിങ്ങൾക്ക് എപ്പോൾ കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ എസ് ഓർ നോ വോട്ടിങ് 75% ആൾക്കാരും എസ്സിലാണ് സെലക്ട് ചെയ്തതായിരിക്കും. എസ് ആണ് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇത് വാലിഡ് ആവും. ഈ വാലിഡ് ആയി കഴിഞ്ഞാൽ
വാലിഡ് ആയിട്ട് 10 ദിവസത്തിനുള്ളിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒറ്റയടിക്ക് നിങ്ങൾക്ക് 85% തരുന്നല്ല, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ 75% പേര് എസ് സ്വാഭാവികമായിട്ട് 10 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ ഇത് വീണ്ടും നീളുപോകുന്നതാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബെനിഫിറ്റ് നമ്മുടെയാണ് പൈസ, അപ്പം നമുക്ക് എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് കുറേ ആൾക്കാരും എസ് തന്നെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെക്സ് പ്രവർത്തിക്കാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ അനുമതി കൊടുക്കുകയാണ്. അതെന്താന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എസ് എന്താണ് പറഞ്ഞേക്കണത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് ഇപ്പോൾ വന്നേക്കണ ഒരു അപ്ഡേറ്റ്. പിന്നെ മെയിൻ ആയിട്ടുള്ള വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ ഡേറ്റ് എന്നാണ് സ്കീം ഓഫ് ഈ സംഭവത്തിന്റെ ഇത് പറയണത്, മീൻസ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അറ്റ് ദിസ് സ്റ്റേജ് ദ ടൈംലൈൻ ഹാസ് ബീൻ അപ്ഡേറ്റഡ് ആൻഡ് റിഫ്ലക്ട് ഇവന്റ്സ് ഇൻക്ലൂഡിംഗ് കോമ്പറ്റീഷൻ 19th to 28th മാർച്ച്, അതായത് 19 മുതൽ 28 മാർച്ച് വരെയാണ് നമുക്ക് ഇതിനകത്ത് യെസ് ആണോ നോ ആണോ എന്ന് സെലക്ട് ചെയ്യാൻ, വോട്ട് ചെയ്യാനുള്ള ഡ്യൂറേഷൻ. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്തിനകത്തായിരിക്കും, മേ ബി വെബ്സൈറ്റിനകത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ സ്വാഭാവികമായിട്ട് ഇവരുടെ ട്വിറ്ററിനകത്ത് ഒരു പോസ്റ്റ് ഇടും. കാരണം വോട്ടിംഗ് ഈസ് ലൈവ് എന്ന് അങ്ങനെ എന്തെങ്കിലും കണ്ടിടും. അപ്പോൾ 19 to 28 മാർച്ചിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഈ ഒരു ടൈം ലൈന്. അതിനകത്ത് നിങ്ങൾ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്തിട്ട് 75% പേരും വോട്ടിന് മീൻസ് യെസ് ആണ്, മീൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്കീം ഓഫ് അറേഞ്ച്മെന്റിന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. എത്ര എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ എത്രയാണോ പോയാണ് ഈ റിക്കവറി കറന്റ് ബാലൻസിലുള്ള 85% ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ അത്രയും വാല്യൂ നിങ്ങൾക്ക് മെല്ലെ മെല്ലെയാണോ ഒറ്റ ടൈമിലാണോ എന്ന് അറിയില്ല, അത് നമുക്കറിയില്ല. അവർ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതല്ല ഇഫ് കൂടുതൽ ആൾക്കാർ നോ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് പുതിയൊരു സ്കീം അറേഞ്ച്മെന്റ് വന്ന് വീണ്ടും ഒരു കാര്യങ്ങളൊക്കെ വന്ന് വീണ്ടും ഇത് വലിച്ചു നീട്ടി പോകേണ്ടി വരും. ഇതാണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്. അപ്പം റെഗുലർ ആയിട്ട് മാത്രം ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഇല്ല, ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ഈ ഒരു വോട്ടിംഗ് ടൈമാണ് 19 മുതൽ 28 വരെ. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നോട്ടീസ് ചെയ്യുക. ട്വിറ്ററിനൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. മേ ബി ഞാൻ എൻ്റെ ട്വിറ്ററിനകത്ത് വേണമെങ്കിൽ ഒന്ന് റീട്വീറ്റ് ചെയ്യാൻ വൺസ് ഇത് ലൈവ് ആയി കഴിഞ്ഞാൽ. സോ നിങ്ങൾക്ക് എൻ്റെ ട്വിറ്റർ ഫോളോ ചെയ്ത് ലൈവ് കിട്ടും. ഞാൻ അങ്ങനെയും ആക്റ്റീവ് അല്ല, ബട്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ എന്തായാലും മാക്സിമം റീപോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഇപ്പം വെസറെക്സിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പം എന്താണ് എന്നുള്ളത്, എന്താണ് യെസ് ഓർ നോ എന്നുള്ളത്, ലൈക്ക് എന്താണ് ഈ വോട്ടിൽ പറയണമെന്നുള്ളത് ഇതിനകത്ത് പറയുന്നത്, അത് നിങ്ങളത് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെയാണ് പൈസ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എനിക്ക് കുറച്ചേലും കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണെങ്കിൽ എസ് കൊടുക്കുക. സ്വാഭാവികമായിട്ട് അതായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ലൈക്ക് ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ്, ഇപ്പോൾ കിട്ടുന്ന പൈസ കിട്ടിക്കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആണ്, നമുക്ക് വേണമെങ്കിൽ വേറെ എവിടെയും പോയി റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നോക്കാം, നിങ്ങളുടെയാണ് ചോയ്സ്. ഞാൻ അതിനൊരാളോടും എൻ്റെ അഭിപ്രായം പറയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇത്രയാണ് ഫണ്ട് വരുന്നുണ്ടാവുള്ളൂ, ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഇവരെന്താണ് ചെയ്യട്ടെ, അത് അവിടെ കിടക്കട്ടെ എന്നുള്ള ലെവലിലാണ് ഞാൻ കിടക്കുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചുള്ള വോട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് വെസറെക്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.